Welcome back to our class. Discuss about agrarian order and revenue organization in South India during 9th and 13th century. Here we are going to discussing about Karnataka, the Chalukyas of Badami and the Rashtrakutas. In Karnataka, under the Chalukyas of Badami during 6th to 8th century CE and Rashtrakutas of Malkhed during 8th to 10th century AD. The land grant system introduced a similar organization of agricultural villages with Brahmanas as the major land owning group, controlling the cultivation process in the Agraharas and Brahmapuris. Here, Brahmadeya are not as the prominently mentioned in the inscription as Agraharas, and also in the pre-existing settlement which were brought under the overreaching influence of Agrahara and Brahmapuri. എ ഡി 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെ കർണാടക ഭരിച്ചിരുന്നത് ചാലൂക്യ രാജവംശമായിരുന്നു. 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്നത് രാഷ്ട്രകൂട രാജവംശമായിരുന്നു. ഈ രണ്ട് രാജവംശങ്ങളിലും ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു. പ്രധാനമായും ബ്രാഹ്മണർ തന്നെയായിരുന്നു അതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നത്. ബ്രാഹ്മണരുടെ കൈവശം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഭൂമി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക പ്രവൃത്തി കൈകാര്യം ചെയ്തിരുന്നതും ബ്രാഹ്മണർ തന്നെയായിരുന്നു. ഇവിടെ ഈ ബ്രാഹ്മണ സംഘങ്ങളെ അഗ്രഹാര അല്ലെങ്കിൽ ബ്രഹ്മപുരീസ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഒരിടത്തും തന്നെ ബ്രഹ്മദേയ എന്ന പദം പരാമർശിച്ചിട്ടില്ല. മുൻപ് ഈ പ്രദേശങ്ങളിൽ ബ്രാഹ്മണർ താമസിച്ചിരുന്നു. അവരുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് അഗ്രഹാര അല്ലെങ്കിൽ ബ്രഹ്മപുരീസ് എന്ന് വിളിക്കപ്പെടുന്നതും. Here, the presence of non-Brahmana land controlling groups is indicated by the term Okkalu, referring to the agriculturalists who, like the Vellalas of Tamil region, were both land controllers and tenant cultivars under the reorganized agrarian order. തമിഴ് പ്രദേശങ്ങളിൽ നോൺ ബ്രാഹ്മണ ലാൻഡ് കൺട്രോളിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കർണാടകയിലും ഈ നോൺ ബ്രാഹ്മണ ലാൻഡ് കൺട്രോളിംഗ് ഗ്രൂപ്പുകളുണ്ട്. അവരെ വിളിച്ചിരുന്ന പേര് ഒക്കലു എന്നായിരുന്നു. തമിഴ്നാട്ടിൽ വെള്ളാളാസ് എന്ന് വിളിക്കപ്പെടുന്ന അതേ വിഭാഗം പോലെ തന്നെയായിരുന്നു ഇവിടെയും ഒക്കലൂസ്. ഒക്കലുകൾ ഒരേ സമയം ലാൻഡ് കൺട്രോളേഴ്സും ടെനന്റ് കൾട്ടിവേറ്റേഴ്സുമാണ്. ഇപ്രകാരമൊക്കെയായിരുന്നു കർണാടകയിലെ കാർഷിക സമൂഹത്തിൻ്റെ വർഗീകരണം. They functioned along with Brahmanas in most centers. In the place of Sabha or organization of Brahmana assembly, in the term Mahajanas indicate a big men in their assembly in both the Agrahara and the non-Agrahara villages. ഒക്കലു എന്ന് പറയുന്ന നോൺ ബ്രാഹ്മിൻ അഗ്രികൾച്ചർ ഗ്രൂപ്പ് ബ്രാഹ്മണ സമുദായത്തിനോട് ചേർന്ന് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ബ്രാഹ്മണ സമുദായത്തിൻ്റെ സഭകൾ ഉണ്ടാവുമായിരുന്നു. ഈ സഭകളെ വിളിക്കപ്പെടുന്നത് മഹാജനാസ് എന്നറിയപ്പെടുന്നു. മഹാജനാസ് എന്ന് പറഞ്ഞാൽ ഈ സഭകളുടെ ഒരു പ്രധാന തലവനാണ്. അഗ്രഹാര നോൺ അഗ്രഹാര വില്ലേജുകൾക്കൊക്കെ ഇതുപോലെ സഭകളും മഹാജനാസും ഉണ്ടായിരുന്നു. Yet, for this region, there is need for intensive research as has been done for Tamil region on the production process and the nature of stratification of land rights. എന്നാൽ കാർഷിക ഭൂമിയുടെ വർഗീകരണത്തെക്കുറിച്ച് കൂടുതലാക്കി മനസ്സിലാക്കണമെങ്കിൽ ഈ മേഖലയെക്കുറിച്ച് തമിഴ് പ്രദേശത്തെക്കുറിച്ച് എപ്രകാരമാണോ
ഗവേഷണ പഠനം നടത്തിയത്. അതുപോലെ തീവ്രമായ ഒരു ഗവേഷണ പഠനം നടത്തിയാൽ മാത്രമേ ഈ ഒരു മേഖലയെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ. In Karnataka, under the western Chalukyas of Kalyani, during the 10th to 12th century CE, the grants to Brahmanas were often called Agrahara, Mahagrahara, while Brahmapuri referred to the old settlement or center where the Brahmanas lived. വെസ്റ്റേൺ ചാലൂക്യ പ്രദേശത്ത് കർണാടകയിൽ പ്രത്യേകിച്ചും AD 10-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ബ്രാഹ്മണർക്ക് ഭൂമി ഗ്രാൻഡായിട്ട് നൽകിയിരുന്നു. അവയെ അഗ്രഹാര, മഹാഗ്രഹാര എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ ബ്രാഹ്മണർ താമസിക്കുന്ന ഇടത്തെയാണ് അഗ്രഹാര അല്ലെങ്കിൽ മഹാഗ്രഹാര എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ബ്രഹ്മപുരി എന്ന് വിളിക്കപ്പെടുന്നത് അവരുടെ ആ മൊത്തം സെറ്റിൽമെന്റിനെ അല്ലെങ്കിൽ ആ കേന്ദ്രത്തെ ആയിരുന്നു, ബ്രാഹ്മണ കേന്ദ്രങ്ങളെ ആയിരുന്നു, മൊത്തമായിട്ടുള്ള ആ താമസ കേന്ദ്രത്തെ ആയിരുന്നു ബ്രഹ്മപുരി എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. ദ അഗ്രഹാര ഹാഡ് സെവറൽ കെറീസ്. കുക്കനൂർ അഗ്രഹാര ഹാഡ് 48 കെറീസ് ഓർ കോളനീസ്, pointing to the separate living quarters of the inhabitants. ഒരു അഗ്രഹാരത്തിൽ ധാരാളം കെറികൾ ഉണ്ടാവും എന്നാണ്, അതായത് ധാരാളം കോളനികൾ ഉണ്ടാവും. കുക്കനൂർ അഗ്രഹാരയിൽ 48 കോളനികൾ ഉണ്ടായിരുന്നു, കെറീസ് ഉണ്ടായിരുന്നു. ഇവിടെ ഓരോരുത്തർക്കും താമസിക്കാൻ പ്രത്യേക വസതികൾ ഉണ്ടായിരുന്നു. The grandees evidently had no right to alienate land or living street. The village usually had an inhabited area, temple, shops, commercial establishment, craft centers, charitable houses, warehouses, godowns and sheds, vacant sites, tanks or ponds, wetlands, garden and forest, haystacks and fortification in some cases. ഈ ഗ്രാമങ്ങൾ ഗ്രാൻഡി ആയിട്ട് നൽകപ്പെടുന്നത് തന്നെ ഒരാളും തന്നെ വസതികളില്ലാതെ ഒറ്റപ്പെട്ട് തെരുവിൽ കഴിയാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളിൽ ക്ഷേത്രങ്ങൾ, കടകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, കരകൗശല കേന്ദ്രങ്ങൾ, ചാരിറ്റബിൾ ഹൗസുകൾ, ഗോഡൗണുകൾ, ഷെഡുകൾ, തരിശുനിലങ്ങൾ, കൃഷിഭൂമികൾ, തടാകങ്ങൾ, കുളങ്ങൾ, നീർനിലങ്ങൾ, പൂന്തോട്ടങ്ങൾ, വനം, വൈക്കോൽ കൂനകൾ, ഇതിനൊക്കെ പുറമെ ഗ്രാമത്തിന് ചുറ്റും ഒരു ഫോർട്ടിഫിക്കേഷൻ വാൾ, സംരക്ഷണ മതിൽ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. Quarters of barbers and washermen were separated and located in the outskirts. ഇനി ബാബേഴ്സിൻ്റെയും അലക്കുകാരുടെയും ഒക്കെ വീടുകൾ ഈ സെറ്റിൽമെൻറ്റിൻ്റെ പുറത്താണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ക്രാഫ്റ്റ് ഗിൽഡ്സ് ആൻഡ് merchants communities, especially oil mongers, were typically located in contiguous area where the workplaces and homes were situated side by side. ഇനി തൊഴിലാളികളുടെ വീടുകൾ, കരകൗശല വിദഗ്ധരുടെ വീടുകൾ, അതിന് പുറമെ വ്യാപാരികളുടെ വീടുകൾ, ഗിൽഡുകൾ, പ്രത്യേകിച്ചും ഇവിടെ പറയുന്ന കച്ചവടക്കാർ എന്ന് പറയുന്നത് ഓയിൽ വ്യാപാരികളാണ്. ഇവരുടെ വസതികളും തൊഴിലിടത്തോട് കൂടി ചേർന്നാണ് വീടും അവരുടെ തൊഴിൽ കേന്ദ്രങ്ങളും ഒരുമിച്ചായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. Records mentioning the king's consent in giving away land or the old village as grant to Brahmanas theoretically acknowledge the king's right of absolute ownership. രേഖകളിൽ രാജാവ് ബ്രാഹ്മണർക്ക് ഗ്രാമങ്ങൾ ഗ്രാൻഡായി നൽകി എന്ന് പറയപ്പെടുമ്പോൾ മൊത്തം ഗ്രാമം തന്നെ അല്ലെങ്കിൽ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകാനുള്ള അവകാശം രാജാവിനുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ തീർത്തും നമുക്ക് മനസ്സിലാവേണ്ടത് ഭൂമിയുടെ പരമാധികാരം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ രാജാവിൽ നിക്ഷിപ്തമായിരുന്നു.
പ്രധാനമായും കദംബ കിങ് ഓഫ് ഗോവയിലെ കദംബ കിങ്, ഇവിടുത്തെ ക്യൂന് ദേഗ്മാവ് എന്ന് പറയുന്ന വില്ലേജ് ബ്രാഹ്മണർക്ക് ഗിഫ്റ്റായിട്ട് നൽകപ്പെട്ടതായിട്ട് ഒരു പരാമർശമുണ്ട്. Exemptions and conferment of the privilege or the rights of the Danes are also similar to the grants made throughout the early medieval period. Reference is also made the state revenue register of the land transfer, purchase, sales and taxes. മുൻപ് നിലനിന്നിരുന്ന അതേ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം തന്നെയാണ്, അതേ അവകാശങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നിലകൊണ്ടിരുന്നത്, ഈ ഒരു ഭരണകാലഘട്ടത്തിൽ നിലകൊണ്ടിരുന്നത്. നികുതികളും പ്രത്യേകിച്ച് വിൽപ്പനകൾ, കൈമാറ്റങ്ങൾ, ഭൂമി കൈമാറ്റത്തെക്കുറിച്ചുള്ളത്, നികുതി അടച്ചതിനെക്കുറിച്ചുള്ളത് എന്നുള്ള രേഖകളെല്ലാം അത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. The Mahajanas were responsible for conducting land surveys and measurement, managing customs and tolls designated for temples. ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നികുതികൾ, അതുപോലെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതും വില നിർണ്ണയിക്കുന്നതും അളവുകൾ നിർണ്ണയിക്കുന്നതുമെല്ലാം മഹാജനാസിന്റെ ഉത്തരവാദിത്തമായിരുന്നു. Receiving deposits, monetary gifts using interest earned, purpose outlined by investors. മുൻപ് പരാമർശിക്കപ്പെട്ടതുപോലെ ക്ഷേത്രങ്ങൾക്ക് പണം, ധാന്യം എന്നിവയെല്ലാം ഗിഫ്റ്റായിട്ട് ഇവിടെയും ലഭിക്കപ്പെട്ടിരുന്നു. അതുപോലെ ക്ഷേത്രങ്ങളുടെ പരിപാലനം, അവയുടെ കൺസ്ട്രക്ഷൻ എന്നിവയെല്ലാം ഈ ഒരു പണത്തിൽ നിക്ഷിപ്തമാണ്. They were also in charge of tanks construction, repair and maintenance. നികുതി പിരിക്കുന്ന, ഭൂമി അളന്നു തിട്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഇതേ മഹാജനാസ് തന്നെയാണ് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കിണറുകൾ, തടാകങ്ങൾ, ക്ഷേത്രങ്ങളുടെ റിപ്പയർ, മെയിൻ്റനൻസ്, കാർഷിക ഉപാധികളുടെ മെയിൻ്റനൻസ് എല്ലാം നടത്തി വന്നിരുന്നത്. They were generally trustees, witness to gift and exemption from the payment of taxes and tolls and gave permission to levy taxes, settled a dispute. മഹാജനാസ് എന്നറിയപ്പെടുന്ന ഈ സംഘം തന്നെയാണ് ക്ഷേത്രങ്ങൾക്ക് ലഭിച്ചിരുന്ന പാരിതോഷികങ്ങളുടെ സംരക്ഷകർ. കൂടാതെ നികുതിയിൽ നിന്ന് ഇവർക്ക് ഇളവ് ലഭിക്കപ്പെട്ടിരുന്നു. ഗ്രാമങ്ങളിൽ ഉണ്ടാവുന്ന കലഹങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതും ഈ സഭ തന്നെയായിരുന്നു. Other local elites were the king's functionaries, village elites like Brahmanas, Gaudas, Jiyas. ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പ്രമുഖർ എന്ന് പറയപ്പെടുന്നത് സാമൂഹികമായി രാജാവിന് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, ഗ്രാമങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ബ്രാഹ്മണ, ഗൗഡ, ജിയാസ്, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വിഭാഗങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അപ്പാർട്ട് ഫ്രം മഹാജനാസ്, who were the most important local big men in charge of temple grants, Sthanikas, who seems to be royal functionaries, were also entrusted with proper functioning the temple administration. മഹാജനാസിന് പുറമെ ഈ കാലത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ അധികാരിയായിട്ടുള്ള സ്ഥാനികാസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. രാജാധികാരപരമായിട്ടുള്ള ചില അവകാശങ്ങളെല്ലാം ഇദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ഇദ്ദേഹം തന്നെയായിരുന്നു ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നതും.